ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് നാവിൽ കൊതിയൂറുന്ന സേമിയ പായസം പാലില്ലാതെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. പായസം തയ്യാറാക്കുന്നതിനായി ആവശ്യം വേണ്ട സാധനങ്ങൾ: പഞ്ചസാര, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, നെയ്യ്, ഏലക്ക, സേമിയ. പായസത്തിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ പാൽപ്പൊടി. പഞ്ചസാരയും ഏലക്കയും ഒരുമിച്ച് പൊടിച്ചെടുക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായ ഏലക്കയും പഞ്ചസാരയും ഇട്ട് പൊടിച്ചെടുത്ത പൗഡർ ഒരു ബൗളിലേക്ക് മാറ്റാം. ഗ്യാസ് അടുപ്പ് കത്തിച്ച് പാത്രം വയ്ക്കുക. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സേമിയ ഇടാം. നെയ്യും സേമിയയും നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വെങ്കല ചരുവമാണ്. നിങ്ങളുടെ വീട്ടിൽ എന്ത് പാത്രമാണോ പായസം വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. സേമിയ മൂത്ത് വരുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോൾ ഇളം ബ്രൗൺ നിറത്തിൽ സേമിയ ആകും. സേമിയ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂത്ത് വന്ന സേമിയയിലേക്ക് 1/2 കിലോ പാൽപ്പൊടി 3 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് വച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഒഴിക്കുക. ഒരുമിച്ചൊഴിക്കാതെ കുറുകി വരുന്നതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും പഞ്ചസാരയും ഇട്ട് ഇളക്കുക. നന്നായി സേമിയ വെന്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. സേമിയ അടിയിൽ പിടിക്കാതെ നോക്കണം. മധുരം നോക്കിയതിനു ശേഷം വേണമെങ്കിൽ മധുരം ചേർക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. സേമിയ വേകുന്നത് വരെ ഇളക്കി കൊടുക്കുക. സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് പാൽ പിരിഞ്ഞു പോവുക, പാല് നെടുവി പോവുക. ഇതിനൊരു പരിഹാരമായാണ് പാൽപ്പൊടി ഉപയോഗിച്ച് സേമിയ പായസം ഒന്ന് പരീക്ഷിച്ചു നോക്കാം എന്ന് വെച്ചത്. വെന്ത് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്ന് മാറ്റിവെക്കുക. ഇനി കിസ്മിസും അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും നെയ്യിൽ വറുത്തെടുക്കാം. അതിനായി തീ കത്തിച്ചതിനു ശേഷം അതിലേക്കൊരു ചട്ടി വയ്ക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം. വീഡിയോയിൽ കാണുന്ന നിറം വരുന്നത് വരെ മൂപ്പിച്ചാൽ മതിയാകും. അതിനുശേഷം അത് കോരിയെടുക്കുക. ഇനി കപ്പലണ്ടി വറുത്തെടുക്കാം. അതും ജസ്റ്റ് ഒരു ചുവപ്പ് നിറം വരുമ്പോൾ കോരിയെടുക്കാം. അവസാനമായി മുന്തിരി കൂടി മൂപ്പിച്ചെടുക്കാം. ഇവയെല്ലാം കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി തയ്യാറാക്കി വച്ചിരിക്കുന്ന സേമിയയിലേക്ക് ഇവയെല്ലാം ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. പാലൊഴിക്കാതെ സ്വാദിഷ്ടമായ സേമിയ പായസം തയ്യാറായി. നിങ്ങളും ഉണ്ടാക്കി നോക്കിയതിനു ശേഷം അഭിപ്രായം കമന്റ് ചെയ്യുക.